ഇടയ്ക്ക് വന്നുണ്ട്. നാളെ കുറവാണല്ലോ. എൻ്റെ മൂടൊന്നും എത്തിയിട്ടില്ല. ഞാൻ രാവിലെ വന്ന് പോയതാണ്. ചായ കുടിച്ചോളി ഇവിടുന്ന് വേണ്ടിച്ചാൽ. അല്ല, ഇത് നമ്മളെ വാർഡല്ലേ? 15. ഇതൊക്കെ നല്ല പഠിത്തോണ്ടി വേണ്ടിയൊക്കെ ആയിട്ട് സാർ ആയിക്കോട്ടെ. അപ്പോൾ അവരവിടെ വൃത്തിയാക്കുന്നുണ്ട്. ഗോപീസിനാരോ വൃത്തിയുണ്ട്. അപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ വൃത്തിയാക്കുന്നത് എന്തോ അടഞ്ഞതാണെന്ന്. ഈ കല്ലെടുത്തിട്ട് ആ തെങ്ങിനോട്ട് കിട്ടാളാ. ഈ എന്തിനാ? അതൊക്കെ മണ്ണ് പോകും. അതിന് വീട്ടിൽ മണ്ണുണ്ട്. ആ മണ്ണൊക്കെ ഉണ്ട് ഹോട്ടലിൽ വെച്ചു പോകും. അങ്ങനെ വെച്ചോ. എടുത്താളാ കല്ലെടുത്താളാ. കല്ലൊന്നും വേണ്ട, വെറുതെ മണ്ണ് വിളിച്ചാലല്ല. അത് എന്തോ പണി കഴിഞ്ഞാൽ ബാക്കി വന്നാണ്. എന്നിട്ട് അവിടെ ആണ്ട് കോരിയാലേ മണ്ണ് ആർക്കും മണ കൊടുത്താളി. മണ്ണ് റോഡിൻ്റെ സൈഡിൽ മണ്ണൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇതൊരു മണ്ണ് ഇത് ഇടിയാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട മണ്ണാണ്. ഇത് വേണ്ട തെറ്റാ. ഇല്ലാണ്ട് പോകാൻ പറ്റൂല. എല്ലാം നമ്മളെ തോട്ടിൻ്റെ ആ സൈഡ് കൊണ്ട് തട്ടാ. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ട് തട്ടിക്കളാ. ഇല്ലെങ്കിൽ തേലല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ആപ്പിയിൽ കണ്ട് കുത്തിയടിച്ചിട്ട് ഞാൻ തേറിൻ്റെ കൊണ്ടിടും. വേറെന്താ? മണ്ണുണ്ടായിക്കോട്ടെ. ആ കച്ചറൊക്കെ ഉണ്ടായിക്കോട്ടെ. അതൊന്നും പ്രശ്നമല്ല. കൊണ്ടേക്കൊണ്ടിയാ അടുത്തിന് ഏറ്റമാക്കി നമ്മൾ എടുക്കണ പണി വൃത്തിയിലെടുക്കണ്ടേ? ഒരു പണി നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ ഇത് ആരെടുത്തെന്ന് ചോദിക്കരുത്. ആരൊക്കെ എടുത്തെന്ന് ചോദിക്കണം. ആരെടുത്തെന്ന് ചോദിക്കരുത്. ആരൊക്കെ എടുത്തെന്ന് ചോദിക്കണം. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എടുക്കണ പണി വൃത്തിയിൽ നേരം വൈകിയാലും ശരി. കുറച്ച് ഉള്ളത് വൃത്തിയിൽ. വെറുതെ പണി എടുത്തിട്ട് എന്താ കാര്യം? ആ പണി മുക്കാ പണിയും കാച്ചൊറുക്കും. ഈ പണി അങ്ങനെയാണ്. വായത്തല വളർന്നിച്ചിടും പേടിക്കണ്ട. അതൊക്കെ നന്നാക്കാൻ ആളുണ്ട്.